ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. റിനു ശ്രീധറിലേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് റിനു? ഉന്മേഷ, ഏറ്റവും പ്രധാനം തെക്കൻ കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വാർത്ത, അല്ലെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തുടർവാദം തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ അടച്ചിട്ട കോടതിയിൽ ഏകദേശം 2 മണിക്കൂറോളം, 1.25 മണിക്കൂറിന് അധികം വലിയ രീതിയിലുള്ള ചർച്ച നടന്നു. ഒരു അസാധാരണ ചർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷയിന്മേൽ വാദവും തുടർവാദവും ഒക്കെ തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പക്ഷേ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇന്നലെ അത്തരത്തിലുള്ളൊരു അസാധാരണ നടപടി തന്നെയാണ് നടന്നത്. ഇന്നിപ്പോൾ അതിന്മേലുള്ള തുടർവാദം നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ നൽകണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കൂടുതൽ സമയം നീട്ടിക്കൊണ്ട് ഇന്നും തുടർ ചർച്ച ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ തുടർവാദത്തിന് വേണ്ടി നീട്ടിയിരിക്കുന്നത്. ഇന്ന് തന്നെ അതിലൊരു വിധി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് വിധി പറഞ്ഞേക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലപാടിലാണ് KPCC നേതൃത്വവും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും എടുത്തിരിക്കുന്നൊരു നിലപാട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള ഒരു തീരുമാനം ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായാൽ ഈ ഒരു നടപടിയിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇക്കാര്യം അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടിയന്തരമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. അത്തരം ഒരു അഭിപ്രായം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയും. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. ഇന്നലെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലടക്കം എത്തിച്ച് തെളിവെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവിടെയും രാഹുൽ ഈശ്വർ നിരാഹാര സമരവുമായി മുന്നോട്ട് പോവുകയാണ്. മെൻസ് അസോസിയേഷൻ വേണമെന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ പോലും ആ ഒരു ആവശ്യത്തിന്റെ അടയാളം അല്ലെങ്കിൽ എഴുതി കാണിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും സെൻട്രൽ ജയിലിലേക്ക് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം വാർത്തകളാണ് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായി നൽകാൻ കഴിയുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.